വിശ്വസിച്ച് ഒരു സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് മലയാളികൾ നിൽക്കുന്നത്. യുവതലമുറയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് റോസ്റ്റഡ് ചിക്കൻ അല്ലേ? അപ്പോൾ ഈ എറണാകുളത്തെ ഒരു പ്രമുഖ KFCയിൽ നിന്ന് റോസ്റ്റഡ് ചിക്കൻ വാങ്ങിയ ഒരു കസ്റ്റമറുടെ അവസ്ഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം. സാറിന് മണത്ത് നോക്കി മണത്തോക്ക് ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ മേടിച്ചിട്ട്. ഒന്നും വെയിറ്റിംഗ് ഒന്നുമില്ല, ഇതിനുള്ള ഉത്തരവാദിത്തം പുഴു ഇപ്പൊ മേടിച്ചിട്ട് പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. എന്താ ഇതിന് ഉത്തരവാദിത്തം നടപടി? ഇതിന്റെ മാനേജർ ആരാ? ഒരു കസ്റ്റമർ വന്ന് അവരുടെ ഫുഡിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ പോലും ആ സ്റ്റാഫ് കസ്റ്റമറിന് തീരെ വില കൊടുക്കാത്ത രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. അവിടെ ഉണ്ടായ കംപ്ലൈന്റ് ഉണ്ടായോ? മാഡം ഇത് ചീഞ്ഞ സാധനമാണ് നിങ്ങൾ സെയിൽ ചെയ്യണേ. മാഡം മണത്തി വയ്ക്കുന്നത് ഒന്ന് കഴിച്ചു നോക്ക്. അങ്ങോട്ട് കൊണ്ടുവന്നില്ല സാധനം. ഞങ്ങൾക്ക് അകത്തേക്കും സാധനം തരില്ല. ഇതിന് തീരുമാനം ഉണ്ടാവും. ആൾക്കാരൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ആ പാക്കറ്റ് അകത്തേക്ക് കൊടുക്കൂലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് മാറ്റുന്നുള്ള ആ 100% ഉറപ്പാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അവർ നിർബന്ധം പിടിക്കുന്നുണ്ട് അകത്തേക്ക് തരില്ല എന്ന് പറഞ്ഞാൽ. ബില്ലെടുത്ത് ആർക്കും വേണമെങ്കിൽ നോക്കിക്കോട്ടോ. ഇപ്പൊ എടുത്ത ബില്ലാണ്. ഇപ്പൊ മേടിച്ചോണ്ട് വേഷം കെട്ട് ഇറക്കണം നിങ്ങള്. എന്തോ ഒരു മിനിറ്റ്, ഇത് തിന്ന് ചത്തുപോയ ആര് സമാനം പറയും? നിങ്ങൾ സമാനം പറയോ? അല്ല, ഇതിന്റെ ആൾക്കാരെ വിളിക്കും. നിങ്ങൾ ഇതിന്റെ ആൾക്കാരെ വിളിക്കും. ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അല്ലാണ്ട് ഇവിടെ കച്ചവടം നടക്കൂല. മയിര് ഉണ്ടാക്കണം ഇവിടെ കച്ചവടം നടക്കൂല. ഇവിടെ ആ സാധനം മീഡിയനാണ് വിളിച്ചോടാ. ഇല്ല, അങ്ങനെ അത്രയും വരെ പോകണ്ട. നിൽക്ക് പിള്ളേര് പ്രത്യേകിച്ച് നാളെ രാവിലെ മാർക്കറ്റിൽ ചേച്ചിയുടെ കൊച്ചിന് കൊടുക്കും അതുപോലെ മേടിച്ച്. ചേച്ചി ഇത് മണത്ത് നോക്കിയ ചേച്ചി, ചീഞ്ഞ പുഴുത്ത സാധനം. ഇത് മണത്ത് നോക്കിയേ, ഇത് മണത്ത് നോക്കിയത്. മണത്ത് ഒന്നോടെ നോക്ക്. ഒന്ന് മൂക്കോത്ര എന്തേ? അപ്പൊ ഞങ്ങൾ ചീഞ്ഞത് കഴിക്കണോ? ഞങ്ങൾ ചീഞ്ഞ ചിക്കൻ കഴിക്കണോ? ഇരിക്കുന്ന സാധനമൊക്കെ മുഴുവൻ കുടിച്ചു കുടിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പെട്രോൾ പോലും ഒഴിക്കാൻ മതി. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാധനം സെയിൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ. നിങ്ങൾ ആരും മേടിക്കില്ല ഇവിടെ സാധനം. ഇവിടെ നിന്ന് സ്വിഗ്ഗിന്ന് തന്നെ ആള് കൊണ്ട് തന്നെ. സ്വിഗ്ഗിന്ന് കൂടെ തന്നാ അപ്പൊ ഞങ്ങക്ക് ഇത് ഏറ്റവും വലിയ പിള്ളേര്. അത് ഇവന്റെ ചേട്ടന്റെ പിള്ളേര് നാളെ മസ്കറ്റിന് പോവാ. 3 പിള്ളേര് അവർക്ക് വേണ്ടി മേടിച്ച് അവർ ഈ ചീഞ്ഞ സാധനം കഴിച്ചോണ്ടിരിക്കാന്നേ. ഞങ്ങൾക്ക് അടുത്തേക്കടെ പോയപ്പോ ചീഞ്ഞ മണം കിട്ടിയിട്ട് ഞങ്ങൾ പോയി മണത്ത് നോക്കിയതാ. പിള്ളേർക്കറിയോ, പിള്ളേര് ചീഞ്ഞത് കഴിച്ചോണ്ടിരിക്കണം. ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി മേടിച്ചു. ഞങ്ങൾ പുറത്ത് വേറെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ചീഞ്ഞ മണം വരുന്നുണ്ട്. കാക്കനാട് ചിറ്റേത്തറയിലുള്ള KFCയുടെ ഷോറൂമാണത്. മറ്റേ ഭക്ഷണം കൊടുക്കുന്നത് വെറും ചീഞ്ഞ സാധനം അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ തിന്നത്തിട്ട് അവിടെ. ഇവിടെ പൊന്നി ആട്ടാ പിന്നെ കമത്തി കളാട്ടാ. കൊള്ളാത്ത സാധനമാണ് തന്നെ. ചേട്ടൻ മണത്ത് നോക്കി അത് കഴിക്കും. ചീഞ്ഞാണോ? പുഴുവില്ല, കണ്ടില്ല. പുഴുവില്ല, ചീഞ്ഞല്ലേ ഏട്ടാ? ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. തിരിച്ചു കൊടുക്കാനാ ഏത് പൈസ? അത് മാത്രമല്ല, ഇതിന് എന്ത് നടപടി? പൈസ മാത്രമല്ല ചേച്ചിയുടെ കാര്യം. ചേച്ചി, ഇവിടുത്തെ ഒരാൾ മരിച്ചു പോയാൽ ആര് സമ്മാനം പറയും?
കുഴപ്പമില്ല. ചേച്ചി ഇവിടെ ഒരാള് ഈ കഴിച്ച ഒരാൾ മരിച്ച ആര് സമാധാനം പറയും? ഈ തന്ന 700 തീരുമോ? ഈ സാധനം നിങ്ങൾക്ക് തരില്ല അകത്തേക്ക്. ഈ സാധനം തരില്ല, ഈ സാധനം തരില്ല. തന്നു കഴിഞ്ഞാൽ ശരിയാവൂല. ഇത് തെളിവുണ്ട് കേട്ടോ, എല്ലാത്തിനും തെളിവുണ്ട്. എന്താ മോളെ ഈ പറഞ്ഞ റിമൂവ് ചെയ്യാനോ? അപ്പൊ ഈ നിങ്ങൾ എന്ത് ബുൾഷിറ്റ് വർത്താനം പറഞ്ഞു? ഈ സാധനം എന്റെ പിള്ളേര് കഴിച്ചാൽ നീ സമാധാനം പറയോ? നീ സമാധാനം പറയോ? നീയല്ല പിന്നെ നിന്റെ ആൾക്കാരെ വിളിക്കണ നീ. ഇവിടുത്തെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ വേണ്ട ഏറ്റവും വലിയ ആളെ വിളിക്കും. ഞങ്ങൾ ഈ കാക്കനോടുള്ളവരാ. ഇപ്പൊ ഒന്ന് വിളിച്ചപ്പോ അവിടെ മൊത്തം പേര് വരും. ആൾക്കാരെ കൂട്ടണോ അവിടെ? ആൾക്കാരെ കൂട്ടണോ അവിടെ? വിളിക്കെല്ലാരും വിളിക്കുക, അല്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടാവും അവിടെ. ശ്രദ്ധിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഇതിന്റെ ക്വാളിറ്റി നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ വീട്ടിൽ നിന്നല്ലാതെ പുറമേ നിന്ന് ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചാലും ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം ഇത് ഈ ചിക്കൻ എത്ര ദിവസം മുന്നേ ഉള്ളതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് നടക്കുന്നത് കാക്കനാട് ചിറ്റേത്തുകരയില് മാക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള KFC-യിലാണ് ഈ സംഭവം നടക്കുന്നത്. നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. കരുതിയിരിക്കുക. താങ്ക് യു. താങ്ക് യു.